ചേർത്തലയുടെ ആരോഗ്യ മേഖലയ്ക്ക് പുത്തനുണർവ്. താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ബഹുനില മന്ദിരം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ബഹുനില മന്ദിരം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിൽ ആവിഷ്കരിച്ച ആർദ്ര മിഷനിലൂടെയാണ് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏതാണ്ട് 115 താലൂക്ക് ജില്ലാ ജനറൽ ഹോസ്പിറ്റലുകൾക്ക് അതിമനോഹരമായ ബഹുനില കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ്, മഞ്ചേശ്വരം, മംഗൾപാടി വരെയുള്ള പ്രദേശങ്ങളിലുള്ള എല്ലാ താലൂക്ക് ആശുപത്രികളും നമ്മുടെ പഞ്ചായത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി അവിടെ ലാബ് സ്ഥാപിച്ചു, പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കി, ക്യാൻസറിൻ്റെ പ്രാഥമിക സ്ക്രീനിംഗ് വരെ അവിടെ ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായി. താലൂക്ക് ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആരംഭിച്ചു. ജില്ലാ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ആരംഭിച്ചു. മെഡിക്കൽ കോളേജുകളിലാകട്ടെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മികച്ച അടിസ്ഥാന സൗകര്യവും ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കി. എല്ലാ മേഖലകളും നോക്കിയാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 10,000 കോടി രൂപയുടെ വികസനമാണ് ആരോഗ്യ വകുപ്പിൽ ഉണ്ടായത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. പതിറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള നമ്മളുടെ താലൂക്ക് ആശുപത്രി പുതിയ രൂപത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്ന തരത്തിലേക്ക് 84 കോടി രൂപ മുടക്കി എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു വലിയ ആശുപത്രിയായി ചേർത്തല താലൂക്ക് ആശുപത്രി മാറുമ്പോൾ നമുക്കെങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുക? ആ നിറഞ്ഞ സന്തോഷത്തിൽ ഞാനും ഹൃദയപൂർവ്വം പങ്കുചേരുന്നതായി അറിയിക്കട്ടെ. നമ്മുടെ ആരോഗ്യ മേഖല വലിയ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ വിശദാംശങ്ങളെല്ലാം പറഞ്ഞു പോകാൻ ഒരുമ്പെടുകയല്ല. നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായി സർക്കാർ സൗജന്യ ചികിത്സ നൽകുന്ന ഒരിടമാണ്. പണ്ടത്തെ കാലത്ത് ധർമാശുപത്രി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂറിൽ ഒരു ആശുപത്രി ആദ്യത്തെ തുടങ്ങുകയാണ്. തൈക്കാടാണ്. തൈക്കാട്ടെ ആശുപത്രി ഇപ്പോഴും ഉണ്ട്. ആ ആശുപത്രിയാണ് കേരളത്തിലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ധർമാശുപത്രി. എന്നുവെച്ചാൽ ധർമ്മമായി ചികിത്സയും മരുന്നും നൽകുക എന്നുള്ളതായിരുന്നു. പരിശോധനയും മരുന്നും ധർമ്മമായി കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ കേൾക്കുന്നത് ധർമ്മക്കാരെന്നുള്ള വാക്കാണ്. നമ്മൾ സൗജന്യം കൊടുക്കുന്നുള്ള അന്നൊരു വാക്കാണത്. അങ്ങനെ ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ആശുപത്രി ധർമാശുപത്രി തുടങ്ങുന്നത് അവിടെയാണ്. അത് ഒരെണ്ണത്തിൽ മാത്രം നിന്നു. 1956 ഐക്യകേരളത്തിൻ്റെ പിറവിക്ക് ശേഷം ഒന്നാമത്തെ ഗവൺമെൻറ് വരുമ്പോൾ നമ്മൾ മാറ്റം വരുത്തി. അപ്പോഴേക്കും നമ്മുടെ ആതുര ശുശ്രൂഷാ രംഗം കുറച്ചുകൂടി മെച്ചപ്പെടുന്ന തരത്തിലേക്കെത്തി. മുനിസിപ്പൽ ചെയർമാൻ S. സോബിൻ സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ NL വത്സലകുമാരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ S. സനീഷ്, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ്, മുൻ MP അഡ്വക്കേറ്റ് മാരിഫ്, കേരള സെറാമിക്സ് ചെയർമാൻ VT ജോസഫ്, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അദീന രാജു, ബീന അജി, ടോമി എബ്രഹാം, ധന്യ ജയദേവൻ, കൗൺസിലർ D. ജ്യോതിഷ്, ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഡോക്ടർ കോശി C. പണിക്കർ, ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുജിത്, RMO ഡോക്ടർ A. അജ്മൽ, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ B. വിനോദ്, MC സിദ്ധാർത്ഥൻ, KC ആന്റണി, കണ്ണൻ ഹരിദാസ്, ജെയിംസ് കണ്ണാട്ട്, ടോമി ചെറിയാൻ, ഷാജി തണ്ണീർമുക്കം, ME രാമേന്ദ്രൻ നായർ, NB ബദറുദ്ദീൻ, NS ജബ്ബാർ, സിറിയക് കാവിൻ, സാബു എബ്രഹാം, ഹാപ്പി P. അബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ SR അമീന നന്ദി പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കരോക്കെ ഗാനാഞ്ജലിയും ഫ്യൂഷൻ കൈകൊട്ടിക്കളിയും സംഘടിപ്പിച്ചിരുന്നു.